അപ്പൊ നമുക്ക് വയനാട്ടിലെ 2026 പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പമേള എന്ന് കണ്ടാലോ. അമ്പലവയൽ എന്ന സ്ഥലത്ത് 13 ഏക്കറിലാണ് ഈ പുഷ്പമേള അരങ്ങേറുന്നത്. കാർഷിക സർവകലാശാലയും കൃഷി വകുപ്പും ചേർന്ന് സംയുക്തമായി ഒരുക്കുന്ന ഈ പുഷ്പമേള എല്ലാ കൊല്ലവും നടക്കാറുണ്ട്. ഇത്തവണ ഒന്നുകൂടി വിശാലമായിട്ടാണ് നടത്തുന്നത്. ധാരാളം പുഷ്പങ്ങൾ അണിനിരത്തിയും അതുപോലെ തന്നെ അലങ്കാര ചെടികളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കൃഷി വകുപ്പിന്റെ തന്നെ വിവിധ ഇനം വിളകൾ ഇവിടെ കുട്ടികൾക്കെല്ലാം കണ്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ കാർഷിക വിളകളെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ടും സാധിക്കും. ഇതിന്റെ വിൽപ്പനയും ഇവിടെ ഉണ്ട്. എല്ലാ ദിവസവും ഇവിടെ വിവിധ ഇനം കലാപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ജനുവരി 1 മുതൽ ജനുവരി 15 വരെയാണ് ഇവിടെ ഈ പുഷ്പമേള ഉള്ളത്. വളരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുഷ്പമേളയിലെ പ്രവേശന ഫീസ് ഒരാൾക്ക് 70 രൂപയും കുട്ടികൾക്ക് 35 രൂപയുമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്, ഇവിടെ പാർക്കിംഗ് സൗകര്യം തീരെ ഇല്ല. റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്യേണ്ടത്. റോഡ് സൈഡിൽ വളരെ തിരക്കാണ്. ഇതിനോടനുബന്ധിച്ച് 1-2 സ്ഥലത്ത് പ്രൈവറ്റ് പാർട്ടികളുടെ പേൻ പാർക്ക് സൗകര്യമുണ്ട്. റോഡിന്റെ ഇരുവശങ്ങളിലും വളരെയധികം വാഹനങ്ങൾ പാർക്ക് ചെയ്ത് വളരെ തിരക്കനുഭവപ്പെടുന്ന കാഴ്ചയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. പേൻ പാർക്കിലേക്കാണെങ്കിൽ തന്നെ ഏതാണ്ട് 500 മീറ്ററിലധികം ദൂരം പോയിട്ട് വേണം പാർക്ക് ചെയ്യാനായിട്ട്. വളരെയധികം പരസ്യങ്ങൾ ഈ പൂപ്പൊലി 2026 സംബന്ധിച്ച് അനൗൺസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം തിരക്കനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും ചെന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. ഈ പുഷ്പമേളയുടെ ഏതാണ്ട് നടുവിലായിട്ട് തന്നെ ഇതുപോലെ ഒരു ഫൗണ്ടനും വെള്ളത്തിൽ തന്നെയാണ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാം. നമുക്ക് സോളാർ പാനൽസ് ഇവിടേക്കുള്ള ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സോളാർ പാനൽ വഴിയാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. പുഷ്പമേളയുടെ മറുഭാഗത്ത്, അതാണ്ട് ഈ പോണ്ടിന്റെ മറു സൈഡിലായിട്ട് കുട്ടികൾക്കുള്ള വിശാലമായ റൈഡ്സ് എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സിബിഷൻ ഹാളുണ്ട്, പെറ്റ് ഷോ ഉണ്ട്. ഇവിടെ കാണുന്ന സൈഡിലായിട്ട് കാണുന്ന ഗ്രൗണ്ടിലാണ് എക്സിബിഷൻ നടക്കുന്നത്. നേരെ കാണുന്നത് പെറ്റ് ഷോയും അതുപോലെ തന്നെ എക്സിബിഷൻ ഹോളുകളുമാണ്. അതിലെ കാഴ്ചകളൊന്നും ഇവിടെ
കാണിച്ചിട്ടില്ല. വീഡിയോ വളരെ വലുതായി പോകും. കുട്ടികൾക്കുള്ള റൈഡ്സിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. കുട്ടികളുടെ പാർക്കിനോട് ചേർന്നുള്ള മനോഹരമായ പാർക്കിനുള്ളിൽ വിവിധ ഇനം ആനിമൽസിന്റെ സ്റ്റാച്ചു എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം വളരെ കൗതുകം തോന്നുന്ന രീതിയിലാണ് അതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.